ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്നും ഫാൻസിയിൽ നിന്നൊക്കെ മേടിച്ച് ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് ചുണ്ടത്ത് തേച്ചിട്ട് ചുണ്ടൊക്കെ കരി പിടിച്ചതുപോലെ ആയിപ്പോയി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഈ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് വൻ സെറ്റപ്പിൽ നമുക്ക് അടിപ്പനൊരു ലിപ്സ്റ്റിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ശിവാനി കുട്ടിയാണ് ഇന്നത്തെ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ലിപ് ബാം ഉണ്ടാക്കാൻ പോവാണ്. കൊണ്ടോ ഗൈസ്, ചുണ്ടൊക്കെ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുക. അപ്പോൾ ഈ സൈഡൊക്കെ കറുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അപ്പോൾ ഇന്നൊരു ബീട്രൂട്ട് ലിപ് ബാം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ തൊലി കളയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അമ്മയുടെ കയ്യിൽ കൊടുക്കാം തൊലി കളയാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ തൊലിയൊക്കെ നല്ല മാംസമൊന്നും പോവാത്ത രീതിയിൽ നമ്മൾ ഈ തൊലിയൊക്കെ നൈസായിട്ടങ്ങ് ചെത്തിക്കളയുക. അപ്പോൾ എല്ലാം ഇതേപോലത്തെ സെറ്റപ്പിൽ നമുക്ക് എടുക്കണം. എന്നിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ളൊരു പരിപാടി. അപ്പോൾ ദാ ഗൈസ്, 2 എണ്ണം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തേതാണ് നമ്മുടെ സംഭവം ലാസ്റ്റായിട്ട് മൂന്നാമത്തെ ബീട്രൂട്ട് ചെത്തിക്കഴിയാറായി. അപ്പം നമ്മുടെ ബീട്രൂട്ടിനെയൊക്കെ നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കണ കണ്ടോ? അയ്യോ, അത് അപ്പോഴത്തേക്ക് മുറിച്ചോ? അയ്യോ, നശിപ്പിച്ചു. അത് ഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് അപ്പോഴത്തേക്ക് മുറിച്ചു. കൊളമാക്കി, ചളമാക്കി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബീട്രൂട്ടിനെ നമ്മൾ ഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സെറ്റപ്പായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെറിയായിട്ടാക്കി എടുക്കാം. അതാണ് അടുത്ത സംഭവം. കണ്ടോ? ഗ്രേറ്റ് ചെയ്യണം. ഞാൻ അധികം നേരം ഗ്രേറ്റ് ചെയ്യൂല. 2 മിനിറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. എനിക്ക് മടിയാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരു മടിച്ച് അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ഒരക്കി സെറ്റാക്ക്. അപ്പൊ ഗൈസ് നോക്കിക്കോളാം. കൊളമൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. നശിപ്പിക്കല്ലേ. അപ്പോൾ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളിത് ഈ ഗ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്പീഡിന് നല്ല നൈസായിട്ട് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് സെറ്റപ്പായിട്ട് ഇങ്ങനെ ഉരച്ചത് കണ്ടോ? വേണ്ട. അപ്പൊ നമ്മളിത് 3 ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ്, ലാസ്റ്റത്തെ ബീട്രൂട്ടാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് എന്നിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ ലിപ് ബാം ശരിയാക്കാം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതത്രയും സെറ്റാക്കി ഗ്രേറ്റ് ചെയ്ത് വച്ചേക്കാണ്. ഇനി നമ്മളതിന് മിക്സിയിലിട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കും. കാണിച്ചു തരാം. മിക്സി കുട്ടനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എല്ലാ ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട, പകുതി ആദ്യം ഇടൂ. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ ഇടണ്ട. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പകുതി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ വെള്ളം ഒന്നും ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു തുള്ളി പച്ചവെള്ളം പോലും ചേർക്കരുത്. അപ്പം നമ്മൾ അത് അടയ്ക്കാനും അറിയില്ല, ഒന്നിനും അറിയില്ലേ. നല്ലോണം അടിച്ചെടുക്കണേ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കണം. ഇങ്ങനെ പിഴിഞ്ഞിട്ട് നല്ല ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ അരിപ്പ് വെച്ചിട്ട് നമ്മളത് എടുക്കണം. ഒരു വെള്ളം പോലും നമ്മളതിൽ ഒഴിക്കാൻ വേണ്ടി, പച്ചവെള്ളം ഒന്നും ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതിൻ്റെ നോർമലായിട്ടുള്ള ആ ഒരു ജ്യൂസ് തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അയ്യോ, അപ്പോഴത്തേക്ക് ഓടിച്ചൊന്ന് കൈയിട്ട് ഇളക്കിയോ. മിണ്ടരുത്, ഞാൻ പിഴിഞ്ഞോളാന്ന്. ഇത് വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഇട്ടിട്ട്
അപ്പം ഞാൻ പോവുക, ഒറ്റയ്ക്ക് വേണമെങ്കിൽ എടുത്തോളാം. അല്ല, ഞാൻ അവിടെ ചെയ്ത് കാണിച്ചത് തരാം. അങ്ങനെ എടുക്കട്ടെ, അവർക്കൊക്കെ ഗേൾസിനൊക്കെ മനസ്സിലാവണ്ടേ? ഗേൾസിനൊക്കെ മനസ്സിലാവും. ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? നല്ല മണമുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അത് ഇതൊക്കെ തുടയ്ക്കണം. തുടച്ചിട്ട് മാത്രമേ ഇതിലോട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിങ്ങനെ ആട്ട പുഴിയേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ബലമായിട്ട് അമർത്തി പിടിച്ചിട്ട് വേണം അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിലുള്ള എല്ലാ ജ്യൂസും നമുക്ക് കിട്ടണം. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നന്നായിട്ട് അമർത്തി അങ്ങോട്ട് നമ്മൾ ആ സംഭവം ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ അടപ്പ് നമ്മൾ തീർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ചണ്ടി ആക്കിയിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ജ്യൂസാണ്. അതിൻ്റെ ചണ്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു. നമ്മളിനി ഇപ്പം കുറുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ശിവാനി വെക്കും കേട്ടോ അടുപ്പിൽ. വെച്ചൊക്കെ നമ്മൾ ആ ജ്യൂസിനെ നേരെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശിവാനി അതിനെ ഇളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. കണ്ടോ, നല്ല പോലെ ഇളക്കണം. നല്ല അടിപൊളി ജ്യൂസാണ്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് കുറുക്കി വരണം. ABCD ജ്യൂസിനൊക്കെ B ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിന് കുറുക്കി വറ്റിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ തീ കൂട്ടി വെക്കാനും പറ്റില്ല, കുറച്ച് വെക്കാനും പറ്റില്ല. അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു പാകം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം, അല്ലെങ്കിൽ എല്ലാം പുകഞ്ഞ് അങ്ങോട്ട് ഒരു അടപ്പ് പോലെ ആവും. പക്ഷെ ഗൈസ്, ഞാൻ ഇവിടെ കൂട്ടിയാണ് വെക്കുന്നത്. കരിഞ്ഞ നീ കൂട്ടി ഫ്ലെയിം വെക്കട്ടെ. കരിഞ്ഞ് പുകഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം എടുത്ത് അങ്ങോട്ട് ചുണ്ടിലോട്ട് പെരട്ടുക. കരിവെട്ടി പോലെ ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ചുണ്ട് തേച്ച് ഒരു വെളുത്തൊരു കുട്ടിയായിരുന്നു സംഭവം. ഇപ്പം ആ ചുണ്ടൊക്കെ ആ സാധനം തേച്ച് ഇമ്മാതിരി ആക്കി വെച്ചു. കണ്ടോ, ഇത് ഇനി അപ്പം നമ്മൾ കുറുക്കി അതിനെ നമ്മൾ എന്താ പറയുക, കുറുക്കി എടുക്കണം.